ബന്ധുക്കാര് കൊണ്ടുവന്ന പലഹാരപ്പൊതി. സ്വന്തം മകളുടെ ഗർഭം കലക്കാനേ പോയിസം കൊടുത്തവൾ ആ രാധമ്മ. ഇതിനകത്തൊക്കെ വിഷം കലർത്തിയില്ലാന്ന് ആര് കണ്ടു? നീ വാ. വേണ്ട മോളെ. പ്രതാപ, വേണുവേട്ടനും രാധമ്മയൊക്കെ വന്നിട്ട് നിന്നോട് സംസാരിക്കാതെ പത്നിയോടാണല്ലോ സംസാരം. അവര് സംസാരിക്കട്ടെ, അവരൊക്കെ തമ്മിലാണല്ലോ യൂണിയൻ. ഞാനിപ്പോ അന്യനല്ലേ ചേച്ചി. ഏട്ടാ, വേണുവേട്ടനും രാധമ്മയും. പ്രതാപ, ദേ CM വന്നു. നമസ്കാരം. നമസ്കാരം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എന്റെ വീട്ടിലേക്ക് സ്വാഗതം. എന്തിനാ ഓർമ്മ സാറേ നമ്മൾ തമ്മിലൊരു ഫോർമാലിറ്റി, ഈ ഔപചാരികത? യു ആർ നൗ അവർ ചീഫ് മിനിസ്റ്റർ. ദിസ് ഈസ് എ പാർട്ട് ഓഫ് പ്രോട്ടോകോൾ. ഓക്കെ. വാ മക്കളെ. സാറേ, കഴിഞ്ഞ ആഴ്ചയായിരുന്നു എന്റെ മകൻ ദീപകിന്റെ കല്യാണം. ഇതാ അവന്റെ വൈഫ് നന്ദന. ദീപകിന്റെ കല്യാണം കഴിഞ്ഞ ആഴ്ചയോ? അപ്പൊ പണ്ട് നടന്നൊരു കല്യാണോ? അതിൽ ഞാനും പങ്കെടുത്തതല്ലേ? അത് ഡിവോഴ്സായി. ഇത് നമ്മുടെ അനന്തപിള്ളയുടെ മോളാ. ഓ, അനന്തപിള്ളയുടെ മോള്. മോളെന്താ മാറിയിരിക്കുന്നത്? ഇത്തരം കാര്യങ്ങളിൽ വീട്ടുവിളക്കല്ലേ മുന്നിൽ നിൽക്കേണ്ടത്, അല്ല അങ്ങനല്ലേ? അപ്പൊ എല്ലാരും ഉണ്ടല്ലോ, രണ്ടച്ഛന്മാരും രണ്ടമ്മമാരും. വാസ്തവത്തിൽ മോൾ എത്ര ഭാഗ്യവതിയാ. സാർ വരൂ, നമുക്ക് മുകളിലേക്ക് ഇരിക്കാം. വേണുവേട്ടാ, എന്തു പറ്റി വേണുവേട്ടാ? എന്തിനാ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നേ? ഒന്നുമില്ലടി. ഒന്നുമില്ലെന്നോ? മുഖം കണ്ട എനിക്കറിയാലോ. സത്യം പറ, എന്തോ ഒരു ടെൻഷൻ. അല്ലടി, വർമ്മ സാറ് നമ്മളെ കണ്ടിട്ട് ഒന്നും മിണ്ടുപോലും ചെയ്യാത്തതാ. അതാ ഞാൻ ആലോചിക്കുന്നത്. ഞാനത് പറയാതിരുന്നതാ. എനിക്കും അത് തോന്നി. ഞാനിത് പറഞ്ഞ വേണുവേട്ടന് വിഷമാവല്ലോ എന്ന് കരുതി പറയാതിരുന്നതാ. അല്ല, ഇനി അന്നുണ്ടായ കാര്യം ഞാൻ മറന്നുപോലെ സാറ് മറന്നു കാണില്ലേ? വേണുവേട്ടനെ വീട്ടിൽ പോയി കാണണം, മാപ്പ് ചോദിക്കണമെന്നൊക്കെ വർമ്മ സാറ് പറഞ്ഞതായിട്ട് രാജു പറഞ്ഞല്ലോ. പിന്നെന്താടി, നമ്മളെ കാണുമ്പോ മുഖം വീർപ്പിച്ച് മൈൻഡ് ചെയ്യാതെ നടക്കണേ? ആർക്കറിയാൻ വേണുവേട്ടാ, ഇവരുടെയൊക്കെ മനസ്സിലുള്ളതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാനാ? സത്യം പറഞ്ഞ ഈ ഇല്ലായ്മക്കാർക്കൊക്കെ ഇതുപോലുള്ള വലിയ ബന്ധങ്ങളൊന്നും പാടില്ല വേണുവേട്ടാ. അകറ്റി നിർത്തും, നാണം കേടേണ്ടി വരും. നീ ആവശ്യമില്ലാത്തൊന്നും ആലോചിക്കണ്ടടി. സാർ അങ്ങനെയുള്ള ആളൊന്നുമല്ല. അങ്ങേര് പണ്ട് നമ്മളെപ്പോലെ ഒരു ഇല്ലായ്മക്കാരനായിരുന്നു. അങ്ങേർക്ക് കാശുകാരനാണെന്നുള്ള ഭാവമൊന്നുമില്ല. അത് പണ്ടല്ലേ, ഇപ്പൊ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാ. എനിക്ക് തോന്നണത് വർമ്മ സാറിന് അംബിക വല്ലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവുന്ന. അതൊക്കെ പോട്ടെ വേണുവേട്ടാ.
പിള്ളേരെ ഓർത്ത് നമുക്കിതൊക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വയ്ക്കാം. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യും? അല്ല, പ്രിയെ കാണുന്നില്ലല്ലോ. ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അമ്മേ, ബന്ധുക്കാര് കൊണ്ടുവന്ന പലഹാരപ്പൊതി. ഹും, സ്വന്തം മകളുടെ ഗർഭം കലക്കാനേ പോയിസം കൊടുത്തവൾ ആ രാധമ്മ. ഇതിനകത്തൊക്കെ വിഷം കലർത്തിയില്ലാന്ന് ആര് കണ്ടു? നീ വാ. ഹോ, ഇവരിത് വേണ്ട മോളെ. മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ചടങ്ങാ. ആ അംബികയെ അറിയാലോ. രാജുവിനെ ഹൃദയമോളെ ഓർത്ത് മോളെന്റെ കൂടെ വാ. അല്ലമ്മ, ഇവര് നീ വാ വാ. വർമ്മ സാറേ, എന്റെ തിരക്കറിയാലോ. ഞാൻ ഇറങ്ങിക്കോട്ടെ. ശേ, അതെന്താ? നമുക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് പോവാം. അത് കഴിഞ്ഞ് ഫുഡും കൂടെ കഴിക്കാം. ഇല്ല, പറ്റില്ല. 1 മണിക്ക് എനിക്ക് മാവേലിക്കര എത്തണം. ഉച്ചയ്ക്കുള്ള ഫുഡ് മാവേലിക്കര TV-യില. ഓ, കൃത്യസമയത്ത് എത്തോ സാർ? സാറിനറിയാലോ, ഇതൊന്നും കൃത്യസമയത്ത് നടക്കാറില്ല. പിന്നെ നമുക്ക് ശ്രമിക്കാമല്ലോ. എന്തായാലും കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് പോവാം. അംബികയുടെ ഡോഗ് ഷോയ്ക്ക് വിഷയം ചെല്ലുന്നില്ലേ? അതിനേക്കാളും എന്റെ ഡോഗിനെ വിട്ടാ പോരെ.